നമ്മളിവിടെ പറയാൻ പോകുന്നത് BBA HRM എടുത്തിട്ടുള്ള കുട്ടികളുടെ പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 2023 വർഷം നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിഫൈൻ കോമ്പിറ്റൻസി എന്നുള്ളതാണ്. സെക്കൻഡ് വൺ വാട്ട് ഡു യു മീൻ ബൈ ഫീഡ്ബാക്ക്. തേർഡ് വൺ ഡിഫൈൻ ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് ടെക്നിക്. ഫോർത്ത് വൺ വാട്ട് ഈസ് ജോബ് ഇവാലുവേഷൻ. ഫിഫ്ത്ത് വൺ what do you mean by criteria sampling. Sixth one define management by objectives. Seventh one what is mean by assessment center. Eighth one define performance management. Ninth one what is succession planning. Tenth one define single incumbent jobs. 11th one what is behaviorally anchored rating scale or bars. 12th one what are the characteristics of performance planning. 13th one what is mean by performance reward system. 14th one what is potential appraisal. 15th one what do you mean by competency mapping. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2 മാർക്കിൻ്റെതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. 15 ക്വസ്റ്റ്യൻസ്. ദെൻ 5 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ്. 16th question briefly explain the advantages and disadvantages of MBO management by objectives. Explain the process of performance planning. 18th one what are the merits and demerits of 360-degree feedback. 19th one briefly explain the characteristics and different types of competencies. 20th one what are the bottlenecks in implementation of performance management system. 21st explain the characteristics and significance of performance management. Next question briefly explain the effects of competency mapping in HR fields. Next question what are traditional methods used for performance appraisal. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 5 മാർക്കിൻ്റെ കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ പെർഫോമൻസ് അപ്രൈസൽ യൂസ്ഡ് ടു ഇവാലുവേറ്റ് എംപ്ലോയി പെർഫോമൻസ്. വാട്ട് ആർ ദ മോഡേൺ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ പെർഫോമൻസ് അപ്രൈസൽ. Define performance management system. What are the various factors affecting effective use of performance management. What is performance based compensation. Explain the merits and demerits of performance based compensation. Explain the linkages of performance management to HR process with suitable examples. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2023 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതിൽ അതുപോലെ ബോട്ടിൽ നെക്സ് അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ പെർഫോമൻസ് അപ്രൈസലിൻ്റെ ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത് അതിൽ നമ്മൾ ട്രഡീഷണൽ ടെക്നിക്സും മോഡേൺ ടെക്നിക്സും പഠിച്ചിട്ടുണ്ട്. അത് രണ്ടും വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഷോർട്ട് എസ്സേയിലും വന്നിട്ടുണ്ട്, എസ്സേൻ്റെ അകത്തും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ 360-degree ഫീഡ്ബാക്ക് എന്താണ്. MBO 2 തവണ ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിൻ്റെയിലും ഉണ്ട്. അതേപോലെ തന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയാണ് 2023 ക്വസ്റ്റ്യൻസ്.